കോഴിക്കോട് വടകരയിൽ പള്ളിയിലെ ബിരിയാണിച്ചെമ്പ് ഉപമ പരാമർശം വിവാദത്തിൽ. ബിരിയാണിച്ചെമ്പ് വെച്ച അടുപ്പിൻകല്ല് പോലെയാണ് ലീഗും സമസ്തയും പാണക്കാട് കുടുംബവുമെന്നായിരുന്നു പ്രസംഗം. ആ പ്രസംഗത്തിന്റെ ഭാഗങ്ങളിലേക്ക്. അടുപ്പിന് 3 കല്ലുണ്ടാവും. അതായത് ഒരു ബിരിയാണി ചെമ്പ് വെക്കുകയാണെങ്കിൽ അത് വെറുതെ നിൽക്കില്ല, 3 കല്ലുണ്ടാവും. അതുപോലെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിഅത്തുൽ ഉലമയും ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബവും അതുപോലെ തന്നെ വളരെ പ്രധാനമായി മുസ്ലിം ലീഗ് പ്രസ്ഥാനം അത് അങ്ങനെ തന്നെ ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ഈ ഉമ്മത്തിന്റെ ശക്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് എങ്ങനെ തകർക്കാൻ ശ്രമിച്ചാലും ഒരു കാരണവശാലും നമ്മൾ അതിന് ആർക്കും കൂട്ടു നിൽക്കരുത്. പഴയ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണം. പള്ളികളിലേക്ക് രാഷ്ട്രീയം കടത്തിക്കൊണ്ടുവരരുതെന്ന് എഴുത്തുകാരൻ മുഹമ്മദ് അലി കിനാലൂർ പറഞ്ഞു. ബിരിയാണി ചെമ്പ് ഉപമ വിമർശനങ്ങൾക്കിടയാക്കിയെന്നും മുഹമ്മദ് അലി കിനാലൂർ പറഞ്ഞു. പള്ളികളിലേക്ക് രാഷ്ട്രീയം കടത്തിക്കൊണ്ടുവരാതിരിക്കുക എന്നത് സാമാന്യമായി പാലിക്കപ്പെട്ടു വന്ന ഒരു മര്യാദയാണ്. പള്ളികൾക്ക് ഒരു പവിത്രമായൊരു സ്വഭാവമുണ്ട് എന്നതാണ്. പള്ളികളുടെ ഭാരവാഹികളായ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളുണ്ടാവും. അവരോരോരുത്തരും അവരുടെ രാഷ്ട്രീയം പള്ളികളിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്കായിരിക്കും എത്തിച്ചേരുക. സുന്നി പള്ളികളാണ് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെടാറുള്ളതെന്നാണ്. കേരളത്തിലെ മുജാഹിദ് പള്ളിയിൽ നിന്നോ ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളിയിൽ നിന്നോ എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം ലീഗ് അനുകൂല പ്രഭാഷണം വരാത്തത്?